ഇപ്പോൾ ലൈംഗികത സമൂഹത്തിൽ വളരെയധികം കൂടി. ഇൻസ്റ്റഗ്രാം റീൽസുകൾ നിരോധിക്കുക തന്നെ വേണം. സ്ത്രീകളും പെൺപിള്ളേരും വന്നിരുന്ന് തുള്ളിച്ചാടിയും ചാടിത്തുള്ളിയൊക്കെ കളിച്ചും പലതും കാണിച്ചും ഇതൊന്നും ഈ പാവം കുട്ടികൾക്കറിയില്ല. ജനങ്ങളിൽ ധാരാളം പേരും തോന്നിയവാസികളായി മാറുന്നുണ്ട്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പേർക്ക് ചൊറിഞ്ഞുകൊണ്ട് കയറി വരും. ഇപ്പോൾ ലൈംഗികത സമൂഹത്തിൽ വളരെയധികം കൂടി വരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. കുട്ടികൾക്കിടയിൽ പോലും റീൽസ് ഉൾപ്പെടെയുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഞാൻ ശക്തമായി പറയുന്നു, ഇൻസ്റ്റഗ്രാം റീൽസുകൾ നിരോധിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ പാവം കുട്ടികൾ വഴിതെറ്റി പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം പലരുടെയും കൈകളിലെ മൊബൈൽ ഫോണാണ്. അച്ഛനും അമ്മയും ജോലിക്ക് പോകും. ഈ കുട്ടികൾ സ്കൂളിൽ പോയാലും പോയില്ലെങ്കിലും മൊബൈൽ ഫോണിലെ റീൽസിലേക്ക് കയറി കഴിയുമ്പോൾ അതിനകത്ത് കുറേ സ്ത്രീകളും പെൺപിള്ളേരും വന്നിരുന്ന് തുള്ളിച്ചാടിയും ചാടിത്തുള്ളിയൊക്കെ കളിച്ചും പലതും കാണിച്ചും പല കോപ്രായങ്ങൾ. അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെത് റീൽസിൽ കാണിക്കുന്നത് വിരുദ്ധമായിട്ടുള്ള ആഹാരം ഉൾപ്പെടെയാണ് കാണിക്കുന്നത്. ആ ഓരോ മദ്യം എടുക്കുക, അതിനകത്തോട്ട് ആൽക്കഹോളാണ് മദ്യം എന്ന് പറയുന്നത്, അതിനകത്തേക്ക് ഓറഞ്ച് പിഴിഞ്ഞ് അല്ലെങ്കിൽ ആസിഡായിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പം തന്നെ ആൽക്കഹോളും ആസിഡും കൂടെ മിക്സ് ചെയ്ത് ആൾഡിഹൈഡ്. ഇതൊന്നും ഈ പാവം കുട്ടികൾക്കറിയില്ല. പക്ഷേ എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കുട്ടികളെയും വ്യക്തികളെയും തെറ്റിദ്ധരിപ്പിക്കും. അതുപോലെ തന്നെ ചില ചർച്ചക്കാർ വന്നിരുന്നുകൊണ്ട് പറയും കുട്ടികളെ ഇഷ്ടം പോലെ ലൈംഗികത വിട്ടോളൂ, അല്ലെങ്കിൽ മാസ്റ്റർബേഷന് വിട്ടോളൂ, അല്ലെങ്കിൽ അവർ കുടിച്ചോട്ടെ, അവർ കളിച്ചോട്ടെ, അവർ അഴിച്ചു വിട്ടോളൂ. ഇങ്ങനെ പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ കണക്ക് ജനങ്ങളിൽ ധാരാളം പേരും തോന്നിയവാസികളായി മാറുന്നു. നിയന്ത്രണമില്ലെങ്കിൽ ആർക്കും അപകടം പറ്റും. അപ്പോൾ നമ്മുടെ ശരീരത്തിനൊരു നിയന്ത്രണം വേണം. അപ്പോൾ കുട്ടികൾ നിയന്ത്രണം പാലിച്ചേ പറ്റൂ, എന്നാലേ അവർക്ക് വിജയിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ 5 പഠിക്കുന്ന കുട്ടി, 6 പഠിക്കുന്ന കുട്ടി ഹൈസ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് ബേസ് ഇല്ലാതെ പോവും. ഹൈസ്കൂളിൽ ബേസ് ഇല്ലാതെ +2 പോവും. എന്നിട്ട് പഠിക്കാത്ത കുട്ടി എന്ന് പറഞ്ഞ് ആ കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രിൻസിപ്പലിനോട് കയർത്തു എന്ന് പറഞ്ഞ് കുറേ പേര് അതിന് കുറ്റം പറഞ്ഞു. പക്ഷേ ആ കുട്ടികളെ നമ്മൾ കുറ്റം പറയുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ ജീവിത സാഹചര്യം, ആ കുട്ടികളുടെ വീട്ടിലെ അവസ്ഥ, ഇതെല്ലാം നമ്മൾ പോയി ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ആ കുട്ടി ഇങ്ങനെ ആവാൻ കാരണം എന്തായാലും. ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു മോശമായ കുട്ടി വരുന്നില്ല. എല്ലാ കുട്ടികളും നല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ പുതുതലമുറയിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ആ മനസ്സിലാകുന്ന കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിലേക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഉള്ള ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കുറയുന്നു. അതാണ് കലിയുഗത്തിൻ്റെ പ്രഭാവം. അല്ലാതെ കുട്ടികൾ ബഹളം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാതെ പ്രവർത്തിച്ചിട്ട് അവരെ കുറ്റം പറയുന്നതിന് മുമ്പ് അവർക്ക് നമ്മൾ പരിശീലനം കൊടുക്കണം. ലൗകിക ലൈഫ് ഏറ്റവും ഭംഗിയായി ആസ്വദിച്ച് ഇവിടെ തന്നെ സ്വർഗീയ ജീവിതം കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമായി അല്പം ആധ്യാത്മികത കൂടെ പഠിക്കുന്നതാണ്. ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ്, അല്ലാതെ ശരീരത്തിനെക്കുറിച്ച് മാത്രമല്ല. അപ്പം നമ്മളെ അകത്തിനെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ആരാണ് നമ്മൾ? അപ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം കുറേ ക്ലാസ്സും കട്ട് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് കിടന്ന് മൊബൈൽ ഫോൺ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ തോന്നിയവാസിയായി കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഇപ്പോഴത്തെ യുവതലമുറ, ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികളെ അല്ല ഞാൻ പറയുന്നത്, പഴയ തലമുറയിലെ കുറേ ആൾക്കാർ പോലും എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വാശിക്കും വൈരാഗ്യത്തിനും. ഇന്ന് ചെന്താമര എന്ന് പറഞ്ഞ് വെട്ടിക്കൊന്നിട്ട് 2 പേരെ കൊന്നിട്ട് അയാളെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അയാൾ എഴുതി കാണിക്കുന്നതാണ് അയാൾക്ക് വൈരാഗ്യമാണ്, എല്ലാവരോടും വെറുപ്പാണ്. അപ്പോൾ ചില മനുഷ്യർക്ക് ഇങ്ങനെ മറ്റുള്ളവരോട് വെറുപ്പ് കൂടിക്കഴിയുമ്പം അവർ ജ്യൂസിൽ വിഷം കലക്കി കൊടുക്കുക, അവർ വെട്ടിക്കൊല്ലുക, അവർ വളരെ വിദഗ്ധമായിട്ട് കൂടെയുള്ളവരെ കൊല്ലുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലുക, എന്നിട്ട് കാട്ടിൽ കയറി പോവുക, മലയിൽ കയറി പോവുക, രഹസ്യമായി പതുങ്ങിക്കളയുക. യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ പഠിക്കണം, സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഇതിന് വേറൊരു തലത്തിലല്ല എടുക്കേണ്ടത്. കുട്ടികളിൽ നല്ല സ്നേഹം വളർത്തിയെടുക്കണം, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വളർത്തിയെടുക്കണം, നല്ല നന്മകൾ വളർത്തിയെടുക്കണം. അതെവിടെ നിന്നേ കിട്ടൂ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് എന്നാണോ കിട്ടുന്നത്? അല്ല. അത് കിട്ടുന്നത് ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നും മഹാഭാരത, രാമായണം, ആധ്യാത്മിക നോളജാണ്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പേർക്ക് ചൊറിഞ്ഞുകൊണ്ട് കയറി വരും. കുറേ നിരീശ്വരവാദികൾ ഇങ്ങോട്ട് കയറി വരും, അല്ലെങ്കിൽ കുറേ യുക്തി ഇല്ലാത്ത കുറച്ച് യുക്തികാരന്മാർ ഇങ്ങോട്ട് കയറി വരും. എന്ത് യുക്തി? സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് വെക്കണമെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ള തിരിച്ചറിവൂടെ നമുക്കുണ്ടായി ധ്യാനവും യോഗയും മെഡിറ്റേഷനും എല്ലാം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിയാം. ഞാൻ മുമ്പ് നിയന്ത്രണമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന എനിക്ക് ഇപ്പോൾ ഇത്രത്തോളം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പരിഹസിച്ചാലും ഞാൻ എന്താ ചെയ്യാറുള്ളത്? നിയന്ത്രിച്ച്, ആത്മാവിനെ നിയന്ത്രിച്ചിരിക്കും. പക്ഷേ സത്യം ജനങ്ങളിൽ എത്തിക്കണ്ടേ? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന തന്ത്രം ഇതാണ്: രേതസ് എന്ന് പറയുന്ന സെമൻ വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്. വീണ്ടും സയൻസിലേക്ക് വരികയാണ്. ഒരു ആൺകുട്ടി സെക്ഷൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ സെക്സിലേക്ക് ഏർപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അയാളുടെ ബോഡിയിൽ നിന്ന് ഇജാക്കുലേഷനിലൂടെ കോടാനുകോടി സെമൻ ഒരു പ്രാവശ്യം പോകുമ്പോൾ തന്നെ പിന്നെ അയാൾ ക്ഷീണിക്കുകയാണ്, അല്ലാതെ വീണ്ടും കുതിരയെപ്പോലെ എനർജറ്റിക് ആവുമല്ല. അപ്പോൾ ഒരു കൈയില്ലാത്ത ചിലർ പോലും ചില പെൺകുട്ടികളെ പീഡിപ്പിച്ചില്ലേ? അവർക്ക് ആ ലിബിഡോ എന്ന് പറയുന്ന എനർജി എവിടെ നിന്നാണ് വരുന്നത്? സെക്സ് എനർജിയാണ്. ഈ എനർജിയെ ധ്യാനവും ജ്ഞാനവും യോഗയും പരിശീലനങ്ങളോട് നിയന്ത്രിക്കാൻ പറ്റൂ. ഇത് അറിവുള്ളവർക്കും ചിന്തയുള്ളവർക്കും അറിയാം. അപ്പോൾ കൈയില്ലാത്തവർ പോലും ചില പാവ പെങ്കൊച്ചുങ്ങളെ പീഡിപ്പിക്കുമ്പോൾ അതിൻ്റെ പവർ അത്രയും കൂടുതലാണ്.
കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ പോലെ സ്വന്തം ശരീരത്തിൽ നിന്ന് 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പോലും തൻ്റെ ശരീരത്തിൽ നിന്ന് ഈ റീൽസുകൾ ഉൾപ്പെടെയുള്ള കണ്ടുകൊണ്ട് അശ്ലീല വീഡിയോകൾ കണ്ടുകൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് അടുത്ത തലമുറ മക്കളാകേണ്ട ഈ സെമൻ എന്ന് പറയുന്നത് ഡെയിലി പലവട്ടം നഷ്ടപ്പെടുത്തി പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പം ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? 10-15 വർഷം കഴിയുമ്പം നമുക്ക് പണ്ട് ഇതറിയില്ലായിരുന്നു. ഇന്ന് ഡോക്ടർമാർ പറയുന്നു കൗണ്ട് ഇല്ല, ആക്ടിവിറ്റി ഇല്ല, മോട്ടിലിറ്റി ഇല്ല, ഗുണനിലവാരമുള്ള ബീജമില്ലാത്ത തലത്തിൽ സംഭവം ഇല്ലാതായി മാറും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡുകളിൽ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ, നമ്മൾ ധരിക്കുന്ന ടൈറ്റ് അണ്ടർ ഗാർമെൻറ്റ്സ്, ടൈറ്റ് ഡ്രസ്സുകൾ, നമ്മുടെ മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടോ? പലരും മൊബൈൽ ഫോൺ ഇവിടെ 2 പോക്കറ്റിൽ കുത്തിക്കയറ്റിക്കൊണ്ട് നടക്കുന്നത്. ഇവിടെ ഓവറി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ 2 സൈഡിലായിട്ടിരിക്കുന്നു, ഇവിടെ പോക്കറ്റിൽ ടെസ്റ്റക്കിൾ ഇരിക്കുന്നു. എത്രയോ ഡോക്ടർമാർ പറയുന്നു മൊബൈൽ റേഡിയേഷനാണ്. ഈ റേഡിയേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ സ്പേമിനെയും ഓവത്തിനെയും ജനിതകപരമായി ഡാമേജ് ഉണ്ടാക്കുമെന്ന്. ഇത് ആര് കേൾക്കുന്നു? പുരുഷനാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടത്. പെൺകുട്ടിയെ സംബന്ധിച്ച് അവർക്ക് നിയന്ത്രിക്കാൻ അറിയാം. അവർക്ക് ഡബിൾ എക്സ് ക്രോമസോം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിയന്ത്രണ കഴിവും സഹനശക്തിയും വളരെ കൂടുതലാണ്. പക്ഷേ ആൺകുട്ടികൾക്ക്, പുരുഷന്മാർക്കാണ് നിയന്ത്രണം കുറവ്. ആ പുരുഷന്മാർക്ക് നിയന്ത്രണം കുറച്ച് കൂട്ടാൻ വേണ്ടിയാണ് ജ്ഞാനവും ധ്യാനവും യോഗയും മെഡിറ്റേഷനും എല്ലാം വെച്ചേക്കുന്നത്. പെൺകുട്ടികളും അത് പഠിക്കുന്നത് വളരെ നല്ലതാണ്.